Good morning, everyone. So we were discussing about the functions of RBI, that is functions of a central bank. So it is basically divided into three: monetary functions, supervisory functions, and promotional functions and developmental function. These are the main three categories of RBI's functions. അപ്പോൾ നമ്മൾ അതിൽ മോണിറ്ററി ഫങ്ഷൻസ് ആയിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ? മോണിറ്ററി ഫങ്ഷൻസ് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. മോണിറ്ററി ഫങ്ഷൻസ് 5 ഉണ്ട്. ഇഷ്യൂ ഓഫ് കറൻസി നോട്ട്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ആക്ടിങ് ആസ് ബാങ്കർ ടു ദ ഗവൺമെൻറ് നമ്മൾ ഡിസ്കസ് ചെയ്തു. സർവിങ് ആസ് ബാങ്കർ ഓഫ് അതർ ബാങ്ക്സ്, ബാങ്കേഴ്സ് ബാങ്ക്, അത് നമ്മൾ ഡിസ്കസ് ചെയ്തു. കൺട്രോളിങ് ക്രെഡിറ്റ് ആയിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോണിറ്ററി ഫംഗ്ഷൻ ആയിട്ടുള്ള കൺട്രോളിങ് ക്രെഡിറ്റ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. കൺട്രോളിങ് ക്രെഡിറ്റിൽ തന്നെ ക്വാണ്ടിറ്റേറ്റീവ് ക്രെഡിറ്റ് വെപ്പൺസും ഉണ്ട്, ക്വാളിറ്റേറ്റീവ് ക്രെഡിറ്റ് വെപ്പൺസും ഉണ്ട്. അപ്പോൾ നമ്മൾ കൺട്രോളിങ് ക്രെഡിറ്റിൽ ക്വാണ്ടിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ വെപ്പൺസ് ആയിട്ടുള്ള ബാങ്ക് റേറ്റ് പോളിസി, CRR, SLR, റിപ്പോ റേറ്റ്, റിവേഴ്സ് റിപ്പോ റേറ്റ്, ബേസ് റേറ്റ്, ഇതൊക്കെയായിരുന്നു നമ്മൾ ഇതിന് മുമ്പുള്ള വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മോണിറ്ററി ഫംഗ്ഷനിൽ ക്രെഡിറ്റ് കൺട്രോളിൻ്റെ ഭാഗമായിട്ടുള്ള ക്വാളിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ വെപ്പൺസിനെ കുറിച്ചിട്ടാണ്. നേരത്തെ നമ്മൾ CRR, SLR ഒക്കെ ക്വാണ്ടിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ വെപ്പൺസ് ആയിരുന്നു. ഇത് ക്വാളിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ വെപ്പൺസ് എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ ക്രെഡിറ്റ് സീലിംഗ്, സെക്കൻഡ് വൺ ക്രെഡിറ്റ് ഓഥറൈസേഷൻ സ്കീം, തേർഡ് മോറൽ സുവേഷൻ, ഫോർത്ത് വൺ റെഗുലേഷൻ ഓഫ് മാർജിൻ റിക്വയർമെൻറ്റ്സ്, ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് ഇഷ്യൂയിങ് ഓഫ് ഡയറക്റ്റീവ്സ്. അപ്പോൾ പ്രധാനപ്പെട്ട ഫങ്ഷൻസ്, മോണിറ്ററി ഫങ്ഷൻസ് ഏതൊക്കെയാണ്? നമുക്ക് അതിൽ ക്രെഡിറ്റ് കൺട്രോൾ വരുന്നുണ്ട്. ക്രെഡിറ്റ് കൺട്രോളിലെ ക്വാണ്ടിറ്റേറ്റീവ് കഴിഞ്ഞിട്ട് ക്വാളിറ്റേറ്റീവ് വെപ്പൺസ് ആയിട്ടുള്ള ഓരോന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ക്രെഡിറ്റ് സീലിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻ ക്രെഡിറ്റ് സീലിംഗ് ദി RBI വിൽ ഗിവ് എ പ്രയർ ഇൻഫോർമേഷൻ ടു ദി കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ദാറ്റ് ദിസ് മച്ച് ലോൺ വിൽ ബി ഇഷ്യൂഡ് ടു യു. ആദ്യമേ തന്നെ RBI എന്ത് ചെയ്യുന്നു? ഒരു പ്രയർ ഇൻഫോർമേഷൻ, ഒരു നോട്ടീസ് ആർക്ക് കൊടുക്കുന്നു? കൊമേഴ്ഷ്യൽ ബാങ്കുകൾക്ക് കൊടുക്കും. ഞങ്ങൾ നിങ്ങൾക്ക് ലോണായിട്ട് ഇത്ര, ഈ ലിമിറ്റ് വരെ പൈസ തരികയുള്ളൂ. ആദ്യമേ ഇങ്ങ് പറഞ്ഞേക്കും. ഒരു ക്രെഡിറ്റ് സീലിംഗ് വെച്ച് ഒരു പർട്ടിക്കുലർ എമൗണ്ട്, ഇപ്പോൾ 1 കോടി രൂപയാണ്. 1 കോടി രൂപയാണ് നിങ്ങളുടെ ക്രെഡിറ്റ് സീലിംഗ്. അതിൽ അപ്പുറത്തേക്ക് ഞങ്ങൾ ഇത്തവണ നിങ്ങൾക്ക് പണം തരില്ല എന്ന് RBI ഓൾറെഡി ആർക്ക് പറയും? കൊമേഴ്ഷ്യൽ ബാങ്കുകളോട് പറയും. അപ്പോൾ കൊമേഴ്ഷ്യൽ ബാങ്കുകൾക്ക് ഏകദേശം പിക്ചർ കിട്ടും അവരുടെ കയ്യിൽ എത്ര തുക ഉണ്ടാവും എന്നുള്ളത്. അപ്പം അങ്ങനെ ഒരു ലിമിറ്റ് വെക്കുമ്പോൾ ദ കൊമേഴ്ഷ്യൽ ബാങ്ക് വിൽ ബി ഇൻ ടൈറ്റ് ഓഫ് അഡ്വാൻസിങ് ലോൺ ടു ദി പബ്ലിക്. RBIയിൽ നിന്ന് കിട്ടുന്ന പൈസയ്ക്ക് ഒരു ലിമിറ്റ് വരുമ്പോൾ തീർച്ചയായിട്ടും കൊമേഴ്ഷ്യൽ ബാങ്കുകൾക്ക് പൈസയുടെ ഒരു ടൈറ്റ് വരും. അപ്പോൾ അവർക്ക് പബ്ലിക്കിന് ലോണുകൾ കൊടുക്കാൻ ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് വരും. സോ ദേ വിൽ അലോക്കേറ്റ് ലോൺസ് ഓൺലി ടു ലിമിറ്റഡ് സെക്ടേഴ്സ്. അപ്പോൾ ആ ഒരു സാഹചര്യം, ആൾക്കാർക്ക് എല്ലാവർക്കും പൈസ കൊടുക്കാനുള്ള പൈസ കൊമേഴ്ഷ്യൽ ബാങ്കുകളുടെ കയ്യിൽ ഇല്ലാതെ വരുമ്പോൾ ദേ വിൽ അലോക്കേറ്റ് ദ ലോൺസ് ഓൺലി ടു ലിമിറ്റഡ് സെക്ടേഴ്സ്. ചില വളരെ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള, വളരെ നീഡി ആയിട്ടുള്ള കേസുകളിൽ മാത്രമേ ലോൺ അനുവദിക്കുകയുള്ളൂ. ആ രീതിയിൽ നമുക്ക് ക്രെഡിറ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതാണ് ക്രെഡിറ്റ് സീലിംഗ്. ക്രെഡിറ്റ് ഓഥറൈസേഷൻ സ്കീം എന്താ പറയുന്നത്? ക്രെഡിറ്റ് ഓഥറൈസേഷൻ സ്കീം വാസ് ഇൻട്രൊഡ്യൂസ് ഇൻ 1965 ബൈ PC ഭട്ടാചാര്യ, ചെയർമാൻ ഓഫ് RBI. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്താണ്, 1965 ഈ ക്രെഡിറ്റ് ഓഥറൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു അധികാരം, ആ ഒരു ഓഥറൈസ് ചെയ്യണം, അതിനൊരു അനുമതി കൊടുക്കണം എന്നുള്ള രീതിയിൽ. അപ്പോൾ ഇത് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഏതെങ്കിലും ഒരു കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരു പർട്ടിക്കുലർ ലിമിറ്റിന് മുകളിൽ ഏതെങ്കിലും ഒരു പാർട്ടിക്ക് ലോൺ കൊടുക്കണമെങ്കിൽ അതിന് RBIയുടെ ഒരു പ്രയർ ഓഥറൈസേഷൻ കിട്ടണം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ കൊമേഴ്ഷ്യൽ ബാങ്കുകൾക്കും ആൾക്കാർക്ക് ഒരു ഇത്ര പരിധി വരെ ലോൺ കൊടുക്കാനുള്ള അനുമതിയുണ്ട്. അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും ബാങ്കുകൾക്ക്, കൊമേഴ്ഷ്യൽ ബാങ്കുകൾക്ക് ലോൺ കൊടുക്കണമെങ്കിൽ ദേ നീഡ് ടു ഗെറ്റ് ദി ഓഥറൈസേഷൻ ഫ്രം RBI. അതായിരുന്നു ഈ ക്രെഡിറ്റ് ഓഥറൈസേഷൻ സ്കീം. മറ്റേതെങ്ങനെയായിരുന്നു? ഇതിന് മുമ്പ് കൊമേഴ്ഷ്യൽ ബാങ്കുകൾക്ക് എത്ര തുക വേണമെങ്കിലും ലോണായിട്ട് കൊടുക്കാമായിരുന്നു. പക്ഷേ ഇത് വന്നതോടുകൂടി എന്താണ്? The commercial bank are required to obtain the RBI's prior authorization for sanctioning any fresh credit beyond the authorized limit. ഒരു പർട്ടിക്കുലർ ലിമിറ്റിൻ്റെ മുകളിലുള്ള തുകകളിലേക്കൊക്കെ കൊടുക്കണമെങ്കിൽ RBIയുടെ ഓഥറൈസേഷൻ വേണമെന്നാണ് പറയുന്നത്. അടുത്തത് മൂന്നാമത്തെ ക്രെഡിറ്റ് ടൂളാണ്, ക്വാളിറ്റേറ്റീവ് ടൂളാണ് മോറൽ സുവേഷൻ. മോറൽ സുവേഷൻ ഈസ് ജസ്റ്റ് എ റിക്വസ്റ്റ് ബൈ RBI ടു കൊമേഴ്ഷ്യൽ ബാങ്ക്. കൊമേഴ്ഷ്യൽ ബാങ്കുകൾക്ക് RBI കൊടുക്കുന്ന അല്ലെങ്കിൽ ഒരു സജഷനാണ്, ഒരു റിക്വസ്റ്റാണ്. ചില കാര്യങ്ങളിൽ ഇങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ളൊരു റിക്വസ്റ്റ് അല്ലെങ്കിൽ സജഷനാണ് RBIയുടെ ഭാഗത്തു നിന്ന്. RBI may request a commercial bank not to give loans for unproductive purpose. ബാങ്കുകൾക്ക് തങ്ങളെ സമീപിക്കുന്ന ആർക്ക് വേണമെങ്കിലും ലോൺ കൊടുക്കാം. പക്ഷേ RBIയുടെ ഒരു റിക്വസ്റ്റാണ് അല്ലെങ്കിൽ ഒരു സജഷനാണ്, മോറൽ സുവേഷനാണ്
നിങ്ങൾ ലോൺ കൊടുക്കുന്നുണ്ടെങ്കിൽ അൺപ്രൊഡക്റ്റീവ് പർപ്പസസിന് കൊടുക്കാതെ എക്കണോമിക് ഗ്രോത്ത് അല്ലെങ്കിൽ എക്കണോമിക് ഗ്രോത്തിന് സഹായിക്കുന്ന രീതിയിലുള്ള സെക്ടറുകൾക്ക് ലോൺ കൊടുക്കൂ എന്നുള്ളത് ഒരു സജഷനാണ്, അല്ലെങ്കിൽ റിക്വസ്റ്റാണ്. ദാറ്റ് കൈൻഡ് ഓഫ് റിക്വസ്റ്റ് ഓർ സജഷൻസ് ഫ്രം RBI ടു ദ കൊമേഴ്ഷ്യൽ ബാങ്ക് റിഗാർഡിംഗ് എനി കൈൻഡ് ഓഫ് ആക്ഷൻസ് ഈസ് നോൺ ആസ് മോറൽ സുവേർഷൻ. ഓക്കെ, അടുത്തത് നാലാമത്തത് റെഗുലേഷൻ ഓഫ് മാർജിൻ റിക്വയർമെൻറ്റ്. മാർജിൻ റിക്വയർമെൻറ്റ് സെറ്റ് ചെയ്യുന്നത് RBI ആണ്. എന്താണ് ഈ മാർജിൻ റിക്വയർമെൻറ്റ് എന്ന് പറഞ്ഞാൽ? നമ്മൾക്ക് തീർച്ചയായിട്ടും നമുക്കറിയാം, നമുക്കൊരു ലോൺ കിട്ടണമെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു കൊളാട്രൽ സെക്യൂരിറ്റി നമ്മൾ ബാങ്കിൽ പണയം വെക്കണം അല്ലേ? ഫോർ എക്സാമ്പിൾ, നമ്മൾക്ക് വളരെ അത്യാവശ്യമായിട്ട് നമ്മളൊരു കൃഷിക്കാരനാണ്, നമുക്കൊരു കൃഷി ഭൂമിയുണ്ട്, എനിക്ക് ആ കൃഷിഭൂമിയിൽ കൃഷി ചെയ്യാൻ വേണ്ടി ലോൺ ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ കൊളാട്രൽ സെക്യൂരിറ്റി ആയിട്ട് എൻ്റെ കൃഷിഭൂമിയാണ് വെക്കുക. അപ്പോൾ കൊളാട്രൽ സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ പ്രോപ്പർട്ടിയാണ്. അപ്പോൾ നമുക്ക് ലോൺ കിട്ടുന്നത് ഏതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും? ഈ കൃഷിഭൂമിക്ക് അനുപാതമായിട്ടുള്ളൊരു തുകയായിരിക്കും, അതിൻ്റെ വെറുത്തിന് അനുപാതമായിട്ടൊരു തുകയായിരിക്കും എനിക്ക് ലോൺ കിട്ടുക അല്ലേ? ഇപ്പോൾ കൃഷിഭൂമി ഒരു 1 ലക്ഷം രൂപയുടെ കൃഷിഭൂമിയാണെങ്കിൽ എനിക്ക് ലോൺ കിട്ടുന്നത് ഒരു 90,000 റുപ്പീസ് ആയിരിക്കും. കാരണം നമ്മൾ ലോൺ തിരിച്ചടച്ചില്ലെങ്കിൽ ബാങ്കിന് കൃഷിഭൂമി ജപ്തി ചെയ്തിട്ട് അത് വീണ്ടെടുക്കാൻ സാധിക്കണം. അപ്പോൾ ഒരിക്കലും നമ്മൾ വെക്കുന്ന കൊളാട്രൽ സെക്യൂരിറ്റിയുടെ മുകളിൽ നമുക്ക് പണം കിട്ടില്ല. കൊളാട്രൽ സെക്യൂരിറ്റിക്ക് ഒരു 1 ലക്ഷം രൂപയുടെ മുതലാണെങ്കിൽ നമുക്ക് ഒരു 90,000 റുപ്പീസ് ബാങ്കുകാർ തരും. അപ്പം ആ ഒരു ഡിഫറൻസ് ഉണ്ടല്ലോ, ലോൺ എമൗണ്ടും വർത്ത് ഓഫ് ദി കൊളാട്രൽ സെക്യൂരിറ്റി. ഫോർ എക്സാമ്പിൾ, നമ്മൾ 1 ലക്ഷം രൂപയുടെ ഒരു സ്ഥലം പ്രോപ്പർട്ടി നമ്മൾ ബാങ്കിൽ വെച്ചിട്ടാണ് നമുക്ക് ലോൺ 90,000 കിട്ടുന്നതെങ്കിൽ 1 lakh മൈനസ് 90,000, ആ 10,000 റുപ്പീസ് എന്ന് പറയുന്നതാണ് മാർജിൻ എന്ന് പറയുന്നത്. അപ്പോൾ RBI എന്ത് ചെയ്തു? RBI ചെയ്തത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മാക്സിമം ഈ മാർജിൻ 10,000 രൂപ അത് മാക്സിമം കുറച്ച് വളരെ അത്യാവശ്യക്കാർക്ക് കൊടുക്കാനുള്ള ഒരു തീരുമാനമാക്കി. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ ഫാർമേഴ്സിനൊക്കെ പൈസ ആവശ്യമുണ്ട്, അവർ 1 ലക്ഷം രൂപയുടെ ഭൂമി പണയം വെക്കുന്നു. അപ്പോൾ ബാങ്ക് പറയുന്നു ഞങ്ങൾ 90,000 നിങ്ങൾക്ക് തരാം, 10,000 രൂപ മാർജിൻ എന്നുള്ളത്. അപ്പോൾ RBI എന്ത് പറഞ്ഞു? RBI ഫിക്സസ് എ ലോവർ മാർജിൻ. RBI പറഞ്ഞു അത്രയും മാർജിനൊന്നും വേണ്ട, നിങ്ങളൊരു 5,000 രൂപ എടുത്തിട്ട് 95,000 റുപ്പീസ് കൊടുത്തോളൂ ലോണ് അത്യാവശ്യമുള്ള ഫാർമേഴ്സിന്. അപ്പോൾ ഫാർമേഴ്സ് 1 ലക്ഷം രൂപയുടെ പ്രോപ്പർട്ടി വെക്കുമ്പോൾ നേരത്തെ ബാങ്ക് 90,000 ആണ് ലോൺ കൊടുത്തിരുന്നത്, 10,000 രൂപ മാർജിനായിട്ട് വെച്ചിരുന്നു. പക്ഷേ RBI എന്ത് പറയുന്നു? റെഗുലേഷൻ ഓഫ് മാർജിൻ റിക്വയർമെൻറ്റ്സ് നടത്തുന്ന വഴിയായിട്ട് RBI ഫിക്സസ് എ ലോവർ മാർജിൻ ടു ബോറോവേഴ്സ് ഹൂ നീഡ്സ് അർജൻറ്റ്. അപ്പോൾ ലോവർ മാർജിൻ വെക്കുന്നു, 10,000 വേണ്ട 5,000 മതി എന്ന് മാർജിൻ വെക്കുമ്പോഴേക്കും എന്ത് സംഭവിക്കുന്നു? 1 ലക്ഷം രൂപയുടെ പ്രോപ്പർട്ടി വെക്കുന്ന കർഷകന് 95,000 റുപ്പീസ് കിട്ടുന്നു. അപ്പോൾ അതുവഴിയായിട്ട് RBI believes that farmers should be financed urgently. RBI would direct to the lower margin requirement on agricultural commodities. അങ്ങനെ വളരെ അത്യാവശ്യവും നീഡി ആയിട്ടുള്ള ആൾക്കാർക്ക് മാർജിൻ റിക്വയർമെൻറ്റ് കുറച്ചിട്ട് അവർ വെക്കുന്ന കൊളാട്രൽ സെക്യൂരിറ്റി ആയിട്ടുള്ള പ്രോപ്പർട്ടിയുടെ മുകളിൽ കൂടുതൽ തുക അനുവദിക്കാനുള്ള ഒരു സെറ്റപ്പ്, അതാണ് റെഗുലേഷൻ ഓഫ് മാർജിൻ റിക്വയർമെൻറ്റ്സ്. പിന്നെ ലാസ്റ്റ് പോയിൻ്റ്, അതാണ് ക്വാളിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോളിൽ ലാസ്റ്റ് പോയിൻറ്റ്, ഇഷ്യൂയിങ് ഓഫ് ഡയറക്റ്റീവ്സ്. ബാങ്കിങ് റെഗുലേഷൻ ആക്ട് പ്രകാരം RBI to issue the directives to the banks and the banks are bound to comply such directives. ബാങ്കിങ് റെഗുലേഷൻ ആക്ട് പ്രകാരം RBIക്ക് വേണമെങ്കിൽ കൊമേഴ്ഷ്യൽ ബാങ്കിന് ചില നിർദ്ദേശങ്ങൾ, ഡയറക്റ്റീവ്സ്, റൂൾസ് ഇമ്പോസ് ചെയ്യാനും, ആൻഡ് ഓൾ ദോസ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ആർ ബൗണ്ട് ടു ഒബേ ആൻഡ് കംപ്ലൈ വിത്ത് സച്ച് ഒബ്ജക്റ്റീവ്സ്, സച്ച് ഡയറക്റ്റീവ്സ്. അപ്പോൾ RBI പറയുന്ന ചില ഡയറക്റ്റീവ്സ് കൃത്യമായി ഫോളോ ചെയ്യാൻ നിർബന്ധിതരാണ് ആരെ? ഷെഡ്യൂൾഡ് ബാങ്കുകളും കൊമേഴ്ഷ്യൽ ബാങ്കുകളും. RBI ഡയറക്റ്റീവ്സ് എന്തിലൊക്കെ ആകാം? പർപ്പസ് ഫോർ വിച്ച് അഡ്വാൻസ് മേ ഓർ മേ നോട്ട് ബി മെയ്ഡ്, മാർജിൻ റിക്വയർമെൻറ്റ്, മാക്സിമം എമൗണ്ട് ഓഫ് ലോൺ ദാറ്റ് ക്യാൻ ബി സാങ്ഷൻ ടു എനി കമ്പനി. അങ്ങനെ ഒരു ബാങ്കിങ് ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട എന്ത് മേഖലയിൽ വേണമെങ്കിലും ആയിക്കൊള്ളട്ടെ, ഈ ഡയറക്റ്റീവ്സ് ഇഷ്യൂ ചെയ്യാം RBIക്ക്, കൊമേഴ്ഷ്യൽ ബാങ്കിന് വേണ്ടിയിട്ട്. BRA ബാങ്കിങ് റെഗുലേഷൻ ആക്ട് പ്രകാരം വാട്ട് എവർ ഡയറക്റ്റീവ്സ് ഇഷ്യൂഡ് ബൈ RBI ദ ബാങ്ക് ഷുഡ് ഒബേ ഇറ്റ്. അപ്പോൾ ഇതെല്ലാമാണ് ക്വാളിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ വെപ്പൺസ്. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത് പ്രധാനമായിട്ടും കൺട്രോളിങ് ക്രെഡിറ്റ് എന്ന് പറഞ്ഞ മോണിറ്ററി ഫംഗ്ഷനിൽ ക്വാണ്ടിറ്റേറ്റീവ് വെപ്പൺസ് ആയിട്ടുള്ള ഇത് ഡിസ്കസ് ചെയ്തു. അതേപോലെ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത് എന്താണ്? ക്വാളിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ വെപ്പൺസ് ആയിട്ടുള്ള 5 കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ പ്രധാനമായിട്ടും 5ാമത്തെ ഒരു ഫംഗ്ഷൻ നോക്കാൻ പോവുകയാണ്. നമ്മൾ ഓൾറെഡി ഇവിടെ ഡിസ്കസ് ചെയ്തിരുന്നത് പ്രധാനപ്പെട്ട ഫങ്ഷൻസ് ഓഫ് RBI എന്തായിരുന്നു?
മോണിറ്ററി ഫങ്ഷൻസ്, സൂപ്പർവൈസറി ഫങ്ഷൻ, പ്രൊമോഷണൽ ഫങ്ഷൻസ് അല്ലേ. അപ്പോൾ അതിൽ മോണിറ്ററി ഫങ്ഷൻസിൽ നമ്മൾ 4 പറഞ്ഞു. ഇനി കൺട്രോളിങ് ഫോറിൻ എക്സ്ചേഞ്ച് ഓപ്പറേഷൻസ് ആണ് പറയാൻ പോകുന്നത്. ഇതും കൂടി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പതുക്കെ സൂപ്പർവൈസറി പ്രൊമോഷണൽ ഫങ്ഷൻസിലേക്ക് പോകും. റൈറ്റ്, ഓക്കെ. അപ്പോൾ കൺട്രോൾ 5ാമത്തെ മോണിറ്ററി ഫംഗ്ഷനാണ് കൺട്രോൾ ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച് ഓപ്പറേഷൻസ്. ഫോറിൻ എക്സ്ചേഞ്ച് ഓപ്പറേഷൻ എന്താണെന്ന് എല്ലാവർക്കും അറിയായിരിക്കും. ഫോറിൻ എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെഫിനറ്റ്ലി ദർ വിൽ ബി ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട് ഇൻ അവർ കൺട്രി. സോ ഡെഫിനറ്റ്ലി ഇറ്റ് ഇൻക്ലൂഡ്സ് ദ ട്രാൻസ്ഫർ ഓഫ് our currency to other countries and the other countries' currency will come to our country. അപ്പോൾ ഫോറിൻ എക്സ്ചേഞ്ച് നമ്മളുടെ പണവും മറ്റുള്ള രാജ്യങ്ങളിലെ പണവും കറൻസിയുമായിട്ടുള്ള ഒരു കൈമാറ്റം. ഇത് പൂർണ്ണമായിട്ടും RBIയുടെ നേതൃത്വത്തിൽ, RBIയുടെ കൺട്രോളിലാണ് ഇത്തരത്തിലുള്ള എക്സ്ചേഞ്ചുകൾ, ഫോറിൻ കറൻസി എക്സ്ചേഞ്ചുകൾ നടക്കുക. അതിന് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് തന്നെ നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തു RBIക്ക് ഒരു 10 ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടെന്ന്. അതിലെ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ RBI ഹാസ് സെറ്റപ്പ് ഫോർ ഇറ്റ്, എക്സ്ചേഞ്ച് കൺട്രോൾ ഡിപ്പാർട്ട്മെൻറ്റ് ഇൻ സെപ്റ്റംബർ 1939. 1934 RBI ആക്ട് വന്നത്, 35 RBI വന്നു. 1939 തന്നെ ഫോറിൻ എക്സ്ചേഞ്ചിന് വേണ്ടി സെപ്പറേറ്റ് ഒരു ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ RBI ഫോം ചെയ്തു. ദാറ്റ് ഈസ് എക്സ്ചേഞ്ച് കൺട്രോൾ ഡിപ്പാർട്ട്മെൻറ്റ് ഇൻ സെപ്റ്റംബർ 1939. ദിസ് ഡിപ്പാർട്ട്മെൻറ്റ് ഹാസ് ബീൻ ഗ്രാൻഡഡ് ദി വൈഡ് പവേഴ്സ് ടു റെഗുലേറ്റ് ദ ഫോറിൻ എക്സ്ചേഞ്ച് ബിസിനസ് ഓഫ് ദി കൺട്രി. എല്ലാ തരത്തിലുള്ള കറൻസി മാറ്റങ്ങൾ, നാണയ മാറ്റങ്ങൾ, ഇങ്ങനെയുള്ള എല്ലാ ഇമ്പോർട്ട് എക്സ്പോർട്ടുമായി ബന്ധപ്പെട്ട എല്ലാ കറൻസി ട്രാൻസ്ഫേഴ്സും ഫോറിൻ എക്സ്ചേഞ്ചുമായി ബന്ധപ്പെട്ടതെല്ലാം RBIയുടെ എക്സ്ചേഞ്ച് കൺട്രോൾ ഡിപ്പാർട്ട്മെൻറ്റാണ് മാനേജ് ചെയ്യുക. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും RBIയുടെ 3 പ്രധാനപ്പെട്ട ഫങ്ഷൻസിലെ മോണിറ്ററി ഫങ്ഷൻസ്. അടുത്ത 2 പ്രധാനപ്പെട്ട ഫങ്ഷൻസാണ് നോൺ മോണിറ്ററി ഫങ്ഷൻസ് ആയിട്ടുള്ള സൂപ്പർവൈസറി ഫങ്ഷൻസും പ്രൊമോഷണൽ ഫങ്ഷൻസും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്തത് മോണിറ്ററി ഫങ്ഷൻസ്. RBIയുടെ മൊത്തം ഫങ്ഷൻസ് 3ആയിട്ട് തിരിച്ചിട്ടുണ്ട്. മോണിറ്ററി ഫങ്ഷൻസ്, പിന്നെ സൂപ്പർവൈസറി ഫങ്ഷൻസ്, പ്രൊമോഷണൽ ഫങ്ഷൻസ്. ഇത് രണ്ടും നോൺ മോണിറ്ററി ആണ്. അപ്പോൾ മോണിറ്ററി ഫങ്ഷൻസ് ആയിട്ടുള്ള 5 ഏരിയാസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ നോൺ മോണിറ്ററി ഫങ്ഷൻസ് ആയിട്ടുള്ള സൂപ്പർവൈസറി ഫങ്ഷൻസും പ്രൊമോഷണൽ ഫങ്ഷൻസുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ സൂപ്പർവൈസറി ഫങ്ഷൻ എന്താ പറയുന്നത്? മൊത്തം നമ്മൾ സൂപ്പർവൈസ് ചെയ്യുക അല്ലേ. സോ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് ഓഫ് 1949 has given RBI wide powers of supervision and control over all the scheduled banks as well as the commercial banks. എല്ലാ കൊമേഴ്ഷ്യൽ സ്കെഡ്യൂൾഡ് ബാങ്കുകളുടെ മുകളിലുമുള്ള എല്ലാ സകല അധികാരവും RBIയിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത്. RBI has got the sole authority to control and supervise all the banking transactions, all the banking actions of any kind of scheduled commercial banks. അതാണ് സൂപ്പർവൈസറി ഫങ്ഷൻസ്. പ്രൊമോഷണൽ ഫങ്ഷൻസ് എന്തൊക്കെയാണ്? പ്രധാനമായിട്ടും ബാങ്കിങ് സെക്ടറിനെ പ്രൊമോട്ട് ചെയ്യുക, ഇന്ത്യയിലെ ബാങ്കിങ് ഇൻഡസ്ട്രിയെ ഡെവലപ്പ് ചെയ്യുക, മുന്നോട്ട് കൊണ്ടുവരിക, ബാങ്കിങ് ബിസിനസ് കൂട്ടുക, ഇത്തരത്തിലുള്ള പ്രൊമോഷണൽ ഫങ്ഷൻസും RBIയിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ RBI ഇത് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇന്ത്യയിലെ മൊത്തത്തിലുള്ള ബാങ്കിങ് കൂടുതൽ ഉഷാറാക്കുന്നത് ഓരോ കൊമേഴ്ഷ്യൽ ബാങ്കുകളിലൂടെ ആയിരിക്കും RBI ഇതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ RBIക്ക് അങ്ങനെ ഒരു ഡ്യൂട്ടി കൂടിയുണ്ട്, പ്രൊമോഷണൽ ഫങ്ഷൻ, പ്രൊമോട്ടിംഗ് ദ ബാങ്കിങ് ഇൻഡസ്ട്രി ഇൻ ഇന്ത്യ, പ്രൊമോട്ടിംഗ് ദ ബാങ്കിങ് ബിസിനസ് ഇൻ ഇന്ത്യ, ഗ്രാൻഡിങ് ഓഫ് റൂറൽ ക്രെഡിറ്റ്. റൂറൽ ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? റൂറൽ ഏരിയാസിൽ കൂടുതൽ ലോണുകൾ, കുറച്ച് പലിശയ്ക്കൊക്കെ കൂടുതൽ ലോണുകളൊക്കെ കൊടുത്ത് റൂറൽ ഡെവലപ്മെൻറ്റ് ഉണ്ടാക്കുക. അപ്പോൾ റൂറൽ ഡെവലപ്മെൻറ്റ് ഉണ്ടാകുന്ന വഴിയായിട്ട് എന്താണ്? ബാങ്കിൽ നിന്ന് കിട്ടിയത് കൊണ്ടാണ്, ബാങ്കിങ് ഇൻഡസ്ട്രി കൊണ്ടാണ്. അങ്ങനെ ഒരു പ്രൊമോഷൻ അവിടെ കിട്ടുന്നു. പ്രൊവിഷൻ ഓഫ് ഇൻഡസ്ട്രിയൽ ഫിനാൻസ്, പുതുതായിട്ട് തുടങ്ങുന്ന ഓൺടർപ്രണേഴ്സ് ആയിക്കൊള്ളട്ടെ, പുതിയ ഇൻഡസ്ട്രീസ് ആയിക്കൊള്ളട്ടെ, എക്സിസ്റ്റിംഗ് ഇൻഡസ്ട്രീസ് ആയിക്കൊള്ളട്ടെ, അവർക്കൊക്കെ ആവശ്യത്തിന് പണം ക്രെഡിറ്റ് കൊടുത്ത്. കളക്ഷൻ ആൻഡ് പബ്ലിക്കേഷൻ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് റിലേറ്റഡ് വിത്ത് ദ ഫിനാൻസ് എക്കണോമിക് മാറ്റേഴ്സ്. അപ്പോൾ ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാങ്കിങ് ഇൻഡസ്ട്രിക്ക് മൊത്തത്തിലൊരു പ്രൊമോഷൻ കിട്ടുന്ന രീതിയിൽ റൂറൽ ഏരിയാസിൽ ഡെവലപ്മെൻറ്റ്സ് കൊണ്ടുവരിക, ഇൻഡസ്ട്രിയൽ ഏരിയാസിൽ ഡെവലപ്മെൻറ്റ്സ് കൊടുക്കുക, അതേപോലെ ഫിനാൻസ് എക്കണോമിക് മാറ്റേഴ്സിൻ്റെ ഒക്കെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ പഠിച്ച് അതൊക്കെ ഒന്ന് പബ്ലിഷ് ചെയ്ത് അത് കളക്ട് ചെയ്യുക, അത് പബ്ലിഷ് ചെയ്യുക, അതുവഴിയായിട്ട് ജനറൽ പബ്ലിക്കിന് ഇതിനെക്കുറിച്ച്, ഇന്ത്യയുടെ സാമ്പത്തിക വ്യവസ്ഥയെക്കുറിച്ചിട്ടൊരു പിക്ചറൊക്കെ കൊടുക്കുക. ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് വഴിയായിട്ട് ഒരു പ്രൊമോഷണൽ ഫങ്ഷൻ RBI ചെയ്യുന്നു, ബാങ്കിങ് ഇൻഡസ്ട്രിയുടേതായിട്ട് തന്നെ. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള promotional functions. So that's all. So we have discussed in detail what is RBI, RBI's importance and RBI's management, the main functions of RBI. It is mainly divided into monetary functions, supervisory function and promotional function. Monetary functions issuing of note മുതൽ control of credit, foreign exchange transaction വരെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഈ supervisory function, promotional functions. So hope the whole chapter is clear to you. That's all about Central Bank, RBI, Reserve Bank of India.